നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് ഉയർന്നു കേട്ടൊരു നിലവിളിയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളുടെ വികാരമോ വൈകാരികതയോ ഉണർന്നില്ല, അല്ലെങ്കിൽ ആ നിലവിളി അവരുടെ കാതിലും കണ്ണിലും കയറിയിട്ടില്ല. കേട്ടല്ലോ, ഈ ഹൃദയം പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള നിലവിളിയാണ്. സ്വന്തം ഭർത്താവിന് ജീവൻ നഷ്ടപ്പെട്ട ഒരു യുവതിയുടെ നിലവിളി, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നിലവിളി. വൃക്ക ചികിത്സയ്ക്ക് ചെന്നതാണ്, സ്റ്റോണിന്റെ അസുഖത്തിന്. ഇടത് കിഡ്നിക്ക് പകരം വലത് കിഡ്നിയിൽ ഓപ്പറേഷൻ ചെയ്തു, പഴുപ്പ് കയറി. ഹൃദേശ് എന്ന നാദാപുരം സ്വദേശിയുടെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭം. ആ നിലവിളി ഉയരുന്ന പശ്ചാത്തലത്തിൽ നിയമസഭയിൽ നിന്ന് ഇന്നൊരു പ്രസംഗം കൂടി കേട്ടു. PK ഫിറോസ് എന്ന ലീഗ് MLA ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടതിന് ശേഷം ഈ നിലവിളിയും ഇന്നത്തെ അവസ്ഥയിൽ സിസ്റ്റത്തിനെക്കുറിച്ച് യാതൊരു പരാതിയുമില്ലാത്ത കേരളത്തിലെ മാധ്യമങ്ങളെയും കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നിലവിളി ഉയരുന്ന സമയത്ത് നിയമസഭയിൽ വന്ന് ഉളുപ്പില്ലാതെ PK ഫിറോസ് പറഞ്ഞ വാചകം കേട്ടെ. സർ, നയമാറ്റം എല്ലാ മേഖലയിലും കാണാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ മറന്നു വെച്ച് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അർശിനുമാരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ, ഭരണം മാറിയ ഉടനെ അതേ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ച് പുഞ്ചിരിക്കുന്ന അർശിനുമാരുടെ മുഖമാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഹർഷിതമാർ ചിരിക്കുന്നു. ഇന്നലകളിൽ ഹർഷിതമാരുടെ ഉള്ളിൽ കത്തിയിരുന്നു, അല്ലെങ്കിൽ കത്രികയിരുന്നു എന്നാണ് പറയുന്നത്, ചെറിയൊരു മെഡിക്കൽ ഉപകരണം ഇരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഹർഷിതയ്ക്ക് മാത്രം ചിരിക്കാൻ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സഹായിച്ചതുകൊണ്ട് ഇരയാക്കി ഈ സർക്കാർ വന്നതിന് ശേഷം മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആരോഗ്യ മേഖലയിൽ ഉടനടി അവർക്കൊരു പ്രത്യുപകാര ജോലി കൊടുത്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കത്രിക എന്നുള്ള നിലയ്ക്ക് ഇരവാദം പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ കേൾക്കുന്നതോ ഇരയല്ലേ? ഹർഷിത മാത്രം ചിരിച്ചാൽ മതിയോ? ദേ ഈ നിലവിളിക്കുന്ന സ്ത്രീയോ? പതിനെട്ട് കണ്ടത് 18 കേട്ടോ. കേട്ടല്ലോ,
ഹൃദേശിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വേണുഗോപാൽ എന്ന ഡോക്ടറിന്റെ കൈപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ പിഴവ് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത്. ജീവൻ നഷ്ടമായി. ഹൃദേശ് ഇടത് കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ട്, അതിൽ സർജറി നടത്തേണ്ടതായിരുന്നു. വലത് കിഡ്നിക്ക് സർജറി നടത്തി, ഇൻഫെക്ഷനായി, ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഹർഷിതയാണോ ഹൃദേശാണോ യഥാർത്ഥ മെഡിക്കൽ സയൻസിന്റെ ഇര? നിങ്ങൾ പറയും. ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ് ചികിത്സാ പിഴവിന്റെ അടിസ്ഥാനത്തിൽ. ആ ചികിത്സാ പിഴവ് ഉണ്ടായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത്? ആ കുടുംബത്തിനെ അല്ലേ യഥാർത്ഥ ഇരയായിട്ട് സർക്കാർ ജോലി കൊടുക്കേണ്ടതും? ഹർഷിതയെ മാത്രം ചിരിപ്പിച്ചാൽ മതിയോ ഫിറോസിനും ലീഗന്മാർക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ഒപ്പം തന്നെ പൂക്കി മുഖ്യമന്ത്രിക്കുമെന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, അടിക്കടി സംഭവം ഉണ്ടായിരുന്നില്ല, ഒരു ഡോക്ടറുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു, ഒരു തവണ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു, മറ്റൊരു തവണ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ട് 2016-17 കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വൈറൽ കുടുങ്ങി എന്നതിന്റെ പേരിൽ ഹർഷിത എന്നൊരു ഇര ഈ നാട്ടിൽ അങ്ങ് പൊട്ടി വീഴുകയായിരുന്നു. അവരെ വെച്ചുള്ള ആഘോഷമായിരുന്നു. വിരലിലെണ്ണാവുന്ന സംഭവമാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ, കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടത് സർക്കാർ അവരുടെ പദവികളെല്ലാം ഒഴിഞ്ഞിരുന്നു. ആരും ആ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. കാര്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ എല്ലാവരുടെയും പദവികൾ സ്വാഭാവികമായി ക്യാൻസലാകും. എല്ലാവരും സാധാരണ പദവികളില്ലാത്ത ജനപ്രതിനിധികളായി മാറി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 2 മാസമായിട്ട് ഈ സിസ്റ്റം നേരെ ആരുടെ കയ്യിലേക്ക് തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയായിരുന്നു? കോൺഗ്രസിന്റെ കയ്യിലേക്ക് മാറുകയാണ്. തുടരെ എന്തെല്ലാം സംഭവം ഉണ്ടായി. ബെഡിൽ നിന്ന് രോഗി വീണ് മരിച്ചു. നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കിയോ? സിസ്റ്റത്തിനെതിരെ ആരോഗ്യമന്ത്രിയുടെ രക്തത്തിനു വേണ്ടി അവർ എന്തെങ്കിലും ദാഹിച്ച് കൊത്തിപ്പറിക്കുന്നത് കണ്ടോ? ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ജീവൻ പൊലിഞ്ഞതാണ് ഹൃദേശിൻ്റെത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിയെ പാമ്പ് കടിച്ചു. സ്വാഭാവികമല്ലേ, പാമ്പുള്ളിടത്ത് കടിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ഒരു പ്രശ്നവുമില്ലല്ലോ. അവിടെ തീർന്നോ? സർജറിക്ക് ശേഷം തലയ്ക്കകത്ത് സൂചി കുടുങ്ങിയ സംഭവം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു. കാലിൽ ഗുരുതരമായി പരിക്കേറ്റു. ആ പരിക്കേറ്റ ഇടത്ത് സർജറി ചെയ്തു. സർജറി ചെയ്തത് ICUയിൽ വെച്ച് ഇൻഫെക്ഷനായി പുഴു കയറിയ സംഭവം. എത്ര ദിവസമായി? ഈ തുടരെ ഇങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ നിശബ്ദതയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തു എന്ന രീതിയിൽ വെറുതെ കൊടുത്തു പോകുന്നതും ജനങ്ങളുടെ വികാരം ഉണരാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള കരുതലും സാധാരണ സംഭവമായിട്ടുള്ള റിപ്പോർട്ടിങ്ങും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വികാരം സൃഷ്ടിക്കപ്പെടാതെ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റം യഥാർത്ഥത്തിൽ താളം തെറ്റിയ അവസ്ഥയിലായിരിക്കുന്നു. അതായത് താളം തെറ്റണം. കാര്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാനായിട്ട് ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് ആരാണ്? അതിൽ ഈ നാട്ടിലെ വൻകിട കമ്പനിക്കാരുണ്ട്. ആ കമ്പനിക്കാരുമായിട്ടുള്ള കരാർ ഈ സിസ്റ്റം തകർത്തു കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഈ നാട്ടിലെ മെഡിക്കൽ സേവനങ്ങളെല്ലാം നിങ്ങളുടെ കീശയിലാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ആദ്യ പടിയായിട്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള രോഗികളെ പീഡിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടും ഇവിടത്തെ സിസ്റ്റത്തിന് ഒരു അനക്കവും ഇല്ല. അവരെ താങ്ങി നടക്കുന്ന മാപ്രകളുടെ വായിൽ പഴം തിരികി വെച്ച അവസ്ഥയാണ്. ഈ രീതിയിലുള്ള നിലവിളികൾ ഉയരുമ്പോൾ അവർക്ക് ആ വികാരം കണ്ടിട്ട് അവരുടെ വീട്ടിൽ പോകണ്ട, അവരുടെ ബന്ധുക്കളുടെ പ്രതികരണം എടുക്കണ്ട, അവർക്ക് ആ വീട്ടിൽ നിന്ന് ലൈവ് ഇടണ്ട, ചർച്ച ചെയ്യണ്ട, ഇരുട്ടുമുറിയിലിരുന്ന് അതിനെക്കുറിച്ച് വിശകലനം നടത്തണ്ട. എന്തൊരു തരം അലവലാതിത്തരമാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു പോവുകയാണ്. കണ്ടില്ലേ, വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചവർ, അവർക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്ത് ജനവികാരം ഉണ്ടാക്കാൻ പരിശ്രമിച്ചവർ, കെ മുരളീധരൻ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും പോറലേൽക്കാതെ കാത്തു സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണണം. എന്നിട്ടാണ് ഉളുപ്പില്ലാതെ നിയമസഭയിൽ പോയി ഹർഷിതമാർ ചിരിക്കുന്നു എന്ന് PK ഫിറോസുമാർ പറയുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന കൊടിയ അനാസ്ഥകളോട് മാധ്യമങ്ങളുടെ സമീപനം എന്താണെന്നാണ് കൃത്യമായി തെളിയിക്കപ്പെടുന്നത്.